1973 ഏപ്രിൽ 19 അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും ജോവാൻ ഡാലസാൻഡ്രോ എന്ന 7 വയസ്സുകാരിയെ കാണാതാവുന്നു. ജോവാന്റെ അമ്മ റോസ്മേരി വീട്ടിൽ കുക്കീസ് ഉണ്ടാക്കി വിൽപ്പന നടത്താറുണ്ട്. നെയ്ബേഴ്സിന്റെ വീടുകളിൽ നിന്നും ഓർഡർ ലഭിക്കുമ്പോൾ പലപ്പോഴും അത് ഡെലിവറി ചെയ്യാനായി ജോവാൻ പോവാറുണ്ട്. അങ്ങനെ ഏപ്രിൽ 19 കുക്കീസ് ഡെലിവറിക്കായി പോയതായിരുന്നു ആ പെൺകുട്ടി. പിന്നീട് അവൾ ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. പാരന്റ്സിന്റെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഈ കേസിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറം ലോകമറിഞ്ഞത്. അന്ന് എന്താണ് ജോവാൻ ഡാലസാൻഡ്രോ എന്ന ആ 7 വയസ്സുകാരിക്ക് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. സെപ്റ്റംബർ 7 ന്യൂജേഴ്സിയിലെ ഹിൽസ്ഡേൽ എന്ന സ്ഥലത്ത് ഫ്രാങ്കിന്റെയും റോസ്മേരിയുടെയും 3 മക്കളിൽ ഇളയ മകളായിട്ടാണ് ജോവാൻ ഡാലസാൻഡ്രോ ജനിച്ചത്. മേരിയും ഫ്രാങ്ക് ജൂനിയറുമാണ് അവളുടെ സഹോദരങ്ങൾ. 3 കുട്ടികളും വളരെ ആക്റ്റീവാണ്. അമ്മ റോസ്മേരി വീട്ടിൽ തയ്യാറാക്കുന്ന കുക്കീസ് എല്ലാം വീടാന്തരം കൊണ്ടു നടന്ന് വിൽക്കാറുള്ളത് ഈ കുട്ടികളാണ്. സ്കൂൾ അവധി ദിവസങ്ങളിൽ മാത്രമേ അമ്മയെ സഹായിക്കാൻ പറ്റുന്നുള്ളൂ എന്നത് മാത്രമായിരുന്നു ആ കുട്ടികളുടെ ഏക വിഷമം. അങ്ങനെയിരിക്കെ ഒരു സ്കൂൾ അവധി ദിവസം കൂടി വന്നെത്തി. 1973 ഏപ്രിൽ 19 അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. പതിവ് പോലെ ജോവാൻ അമ്മയെ സഹായിച്ചും വീട്ടുമുറ്റത്ത് കളിച്ചും സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കെ ഉച്ചയ്ക്ക് 3 മണിയോടെ അവരുടെ വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. കാറിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി. കുറച്ച് കുക്കീസ് വാങ്ങിച്ചിട്ട് പോവാനായാണ് അയാൾ വന്നത്. ജോവാൻ ഉടനെ തന്നെ കുക്കീസ് എടുക്കാനായി വീടിനകത്തേക്ക് പോയി. അപ്പോഴേക്കും 2-3 ബോക്സ് കുക്കീസ് കൂടി ഡെലിവറിക്കായി തയ്യാറായി കഴിഞ്ഞിരുന്നു. എല്ലാം ഇവരുടെ തൊട്ടടുത്തുള്ള വീടുകളിലേക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞ് ജോവാൻ ആ ബോക്സുകളും എടുത്ത് വീടിന് പുറത്തേക്കിറങ്ങി. അമ്മ റോസ്മേരി വീടിനകത്ത് ജോലി തിരക്കിലായിരുന്നതിനാൽ പുറത്ത് കാറിൽ വന്നതാരാണെന്ന് അവർ കണ്ടിരുന്നില്ല. കാറിൽ വന്ന വ്യക്തിക്ക് കുക്കീസ് കൊടുത്തതിനു ശേഷം മറ്റുള്ള വീടുകളിലേക്കുള്ള ഡെലിവറിയും തീർത്ത് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടാണ് ജോവാൻ പോയത്. മിനിറ്റുകൾക്കുള്ളിൽ ഡെലിവറി തീർത്ത് തിരിച്ചെത്താൻ കഴിയുമായിരുന്നുവെങ്കിലും ജോവാൻ വളരെ നേരം കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. മകൾ കൂട്ടുകാരെ കണ്ടതിനെ തുടർന്ന് അവരുടെ കൂടെ കളിക്കാൻ നിന്നതായിരിക്കുമെന്നാണ് റോസ്മേരി ആദ്യം ചിന്തിച്ചത്. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ജോവാൻ തിരിച്ചെത്താതായതോടെ അവർക്ക് ഭയമായി തുടങ്ങി. ജോവാൻ ഡെലിവറിക്കായി പോയ എല്ലാ വീടുകളിലും റോസ്മേരി നേരിട്ട് ചെന്ന് അന്വേഷിച്ചു. അവിടെയൊന്നും മകൾ എത്തിയിട്ടില്ല എന്നുകൂടി അറിഞ്ഞതോടെ അവരുടെ ഭയം വർദ്ധിച്ചു. ഇതോടെയാണ് കുക്കീസ് വാങ്ങിക്കാനായി വീട്ടിലേക്ക് കാറിൽ വന്ന വ്യക്തിയെക്കുറിച്ച് റോസ്മേരി ഓർത്തത്. ഒരുപക്ഷെ അയാളുടെ കാറിൽ ജോവാൻ കയറിപ്പോയിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ പുതിയൊരു കാറിൽ ഒരാൾ കുക്കീസ് വാങ്ങിക്കാനായി വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് ജോവാൻ റോസ്മേരിയോട് പറഞ്ഞത്. അതിൽ കൂടുതലായി വന്ന വ്യക്തി ആരാണെന്നോ ഏത് കാറിലാണ് അയാൾ വന്നത് എന്നോ റോസ്മേരിക്ക് ഒരറിവുമുണ്ടായിരുന്നില്ല. ഇതേ സമയം ജോവാന്റെ അച്ഛൻ ഫ്രാങ്ക് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. മകളെ കാണാതായ വിവരമറിഞ്ഞ അദ്ദേഹം കാർ എടുത്തിറങ്ങുകയും പരിസര പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. ഇതോടെയാണ് അവർ പോലീസിൽ വിവരമറിയിച്ചത്. ഹിൽസ്ഡേൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അവരാദ്യം ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി റോസ്മേരിയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് തിരച്ചിൽ ആരംഭിച്ചത്. ശേഷം അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കെല്ലാം വിവരം കൈമാറി. ലോക്കൽ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ പോലീസിനെ സഹായിക്കാനായി തിരച്ചിലിൽ പങ്കെടുത്തു. ഹിൽസ്ഡേൽ സിറ്റിയിലെ മിക്ക വീടുകളിലും പോലീസ് ജോവാനെ കുറിച്ച് അന്വേഷിച്ചുവെങ്കിലും ഒരാൾ പോലും ആ പെൺകുട്ടിയെ കണ്ടതായി പറഞ്ഞ് മുന്നോട്ട് വന്നില്ല. ജോവാന്റെ മിസ്സിങ്ങിനെ കുറിച്ചുള്ള വാർത്ത നാട് മുഴുവൻ പരന്നതോടെ പരിസരവാസികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ തിരച്ചിലിൽ പങ്കെടുത്തു. ഒറ്റപ്പെട്ടു കിടക്കുന്ന സ്ഥലങ്ങൾ, ആളൊഴിഞ്ഞു കിടക്കുന്ന വീടുകൾ, സമീപത്തെ വനപ്രദേശങ്ങൾ, പാർക്കുകൾ എന്നു വേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ എത്തിച്ച് തിരച്ചിൽ നടത്തിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ആ ദിവസം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം സ്റ്റേറ്റ് പോലീസും FBI-യും കേസിൽ ഇൻവോൾവായി. ലോക്കൽ വോളണ്ടിയർ ഏജൻസിയിലെ അംഗങ്ങളും തിരച്ചിലിൽ പങ്കെടുത്തു. അന്നു മാത്രം 2000-ലധികം പേരാണ് ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ പങ്കെടുത്തത്. ഇതോടെ ജോവാന്റെ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാറി ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഷൂസ് കണ്ടെത്തി. ആ ഷൂസിനരികിൽ തന്നെ 2-3 ഒഴിഞ്ഞ കുക്കീസ് ബോക്സുകളും കിടക്കുന്നുണ്ട്. അത് റോസ്മേരി വിൽപ്പന നടത്തുന്ന അതേ കുക്കീസിന്റെ ബോക്സുകളാണ്.
പോലീസുകാർ ഉടനെ തന്നെ റോസ്മേരിയുമായി അവിടെ എത്തി. എന്നാൽ അത് തന്റെ മകളുടെ ഷൂസ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. കുറച്ചു സമയത്തിനകം നാട്ടുകാരിൽ ഒരാൾ ആ ഷൂസ് ഐഡന്റിഫൈ ചെയ്തു. അത് അദ്ദേഹത്തിന്റെ മകളുടെ ഷൂസ് ആയിരുന്നു. അതുപോലെ ആ കുക്കീസ് ബോക്സുകൾ ഒരാഴ്ചയായി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മറ്റൊരാളും രംഗത്ത് വന്നു. അങ്ങനെ ജവാന് വേണ്ടിയുള്ള തിരച്ചിൽ ഫലം കാണാതെ ഒരു ദിവസം കൂടി കടന്നുപോയി. അടുത്ത ദിവസം റോസ്മേരിയുടെ വീട്ടിൽ നിന്നും കുക്കീസ് സ്ഥിരമായി വാങ്ങാറുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് ഒരന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു. ഓൾറെഡി അവരുടെയെല്ലാം വീടുകളിൽ തിരച്ചിൽ നടന്നതാണ്. എന്നിരുന്നാലും അവരിൽ ആരെയെങ്കിലും റോസ്മേരിക്ക് സംശയമുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു. പുതിയൊരു കാറിൽ വന്ന വ്യക്തിയാണ് മകളോട് കുക്കീസ് ആവശ്യപ്പെട്ടത് എന്ന് റോസ്മേരിക്കറിയാം. ഇവരുടെ അയൽവാസികളിൽ മക്ഗോവൻസ് ഫാമിലിയാണ് അടുത്തിടെ പുതിയൊരു കാർ വാങ്ങിച്ചിട്ടുള്ളത്. അതിനാൽ മകളെ കാണാതായ ദിവസം തന്നെ റോസ്മേരി അവരുടെ വീട്ടിലെത്തുകയും ആ വീട്ടിലെ ഒരു അംഗമായ ജോസഫ് മക്ഗോവനോട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ കുക്കീസ് വാങ്ങിക്കാൻ വന്നിട്ടില്ല എന്നാണ് ജോസഫ് പറഞ്ഞത്. തുടർന്നങ്ങോട്ട് ജവാനു വേണ്ടി നടന്ന തിരച്ചിലിലും ജോസഫ് മക്ഗോവൻ സജീവമായി പങ്കെടുത്തിരുന്നു. റോസ്മേരി മക്ഗോവൻസ് ഫാമിലിയുടെ കാര്യം സൂചിപ്പിച്ചതോടെ പോലീസുകാർ ആ വീട്ടിലേക്ക് വീണ്ടും എത്തി. അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പമാണ് 26 വയസ്സുള്ള ജോസഫ് മക്ഗോവൻ ആ വീട്ടിൽ താമസിക്കുന്നത്. പോലീസുകാർ അയാളുടെ മൊഴിയെടുത്തു. ജവാന്റെ തിരോധാനത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് ജോസഫ് ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ആ പെൺകുട്ടിയെ കാണാതായ ദിവസം താൻ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കാനായി ജോസഫ് പറഞ്ഞ കഥകളൊന്നും വിശ്വാസയോഗ്യമായിരുന്നില്ല. ഇത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു. എന്നാൽ ജോസഫിന്റെ വീട്ടിൽ നിന്നോ കാറിൽ നിന്നോ ഒരു എവിഡൻസും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേസന്വേഷണത്തെ സങ്കീർണമാക്കി. മാത്രമല്ല അയാൾക്ക് ക്രിമിനൽ ഹിസ്റ്ററിയും ഉണ്ടായിരുന്നില്ല. ഹിൽസ്ഡെയിലിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ കെമിസ്ട്രി അധ്യാപകനായിരുന്ന ജോസഫ് മക്ഗോവൻ സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തി കൂടിയാണ്. എന്നിരുന്നാലും അയാൾക്ക് കിഡ്നാപ്പിംഗിൽ പങ്കുണ്ട് എന്നുള്ള സംശയത്തിന്റെ പുറത്ത് ജോസഫിനെ നുണപരിശോധനയ്ക്ക് വിധേയനാവാൻ പോലീസുകാർ ആവശ്യപ്പെട്ടു. ജോസഫ് നുണപരിശോധനയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. എന്നാൽ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരത്തിലും എറർ കാണിച്ചതോടെ ജോസഫ് നുണപരിശോധനയിൽ പരാജയപ്പെട്ടു. ഡയറക്റ്റ് എവിഡൻസുകളൊന്നുമില്ലാത്ത കേസിൽ നുണപരിശോധനാ ഫലം സസ്പെക്റ്റിനെതിരായതുകൊണ്ട് മാത്രം അയാൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. അതിനാൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി പോലീസുകാർ ജോസഫിനെ ചോദ്യം ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ ജോസഫിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അയാൾ പോലീസുകാരോട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. കുറച്ചു നേരത്തിനകം സമനില വീണ്ടെടുത്ത ജോസഫ് തനിക്കൊരു വൈദികനോട് സംസാരിക്കണമെന്ന ആവശ്യമുന്നയിച്ചു. ഇതേ തുടർന്ന് പോലീസുകാർ ഒരു വൈദികനെ സ്റ്റേഷനിലെത്തിച്ചു. അദ്ദേഹത്തോട് വളരെ നേരം രഹസ്യമായി സംസാരിച്ചതിനു ശേഷം ജോസഫ് നടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി. ഏപ്രിൽ 19 അന്നുച്ചയോടെ ജോസഫ് മക്ഗോവൻ അയാളുടെ വീട്ടിലെ ഗാർഡനിൽ ചില പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് 2-3 ബോക്സ് കുക്കീസുമായി ജവാൻ ആ വീടിന് മുന്നിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം ജോസഫ് ഓർഡർ ചെയ്ത കുക്കീസ് നൽകുന്നതിനായിരുന്നു ജവാൻ അവിടെ എത്തിയത്. ആ സമയം ജോസഫിന്റെ അമ്മയും മുത്തശ്ശിയും വീട്ടിലുണ്ടായിരുന്നില്ല. കുക്കീസിന്റെ പണം നൽകുന്നതിനായി ജോസഫ് ജവാനെ വീടിനകത്തേക്ക് ക്ഷണിച്ചു. ഈ സമയത്താണ് വീട്ടിൽ ആവശ്യത്തിന് പണമില്ല എന്നുള്ള കാര്യം അവൻ തിരിച്ചറിഞ്ഞത്. 2 ബോക്സ് കുക്കീസിന് കൊടുക്കാൻ പോലും വീട്ടിൽ പണമില്ല എന്നുള്ളത് ജോസഫിന് നാണക്കേടായി തോന്നിയെന്ന് മാത്രമല്ല അതവനെ വല്ലാതെ അസ്വസ്ഥനാക്കുകയും ചെയ്തു. പെട്ടെന്ന് ജോസഫ് ആ പെൺകുട്ടിയെ ബെഡ്റൂമിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോവുകയും നിരവധി തവണ അടിക്കുകയും ചെയ്തു. താനപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്ന് തനിക്കറിയില്ല എന്നാണ് അവൻ പോലീസുകാരോട് പറഞ്ഞത്. ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ജോസഫ് പറഞ്ഞ കാരണം പോലീസ് വിശ്വസിച്ചില്ലെങ്കിലും അയാളോട് കുറ്റസമ്മതം തുടരാൻ ആവശ്യപ്പെട്ടു. തുടർന്നങ്ങോട്ട് ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ മനസാക്ഷിയെ നടുക്കുന്നതായിരുന്നു. ആ പെൺകുട്ടിയെ റൂമിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയി നിരവധി തവണ അടിച്ചതോടെ ജവാൻ അൺകോൺഷ്യസായി നിലത്ത് വീണു. കുറച്ചു നേരം കഴിഞ്ഞാണ് താൻ ചെയ്ത തെറ്റിന്റെ ആഴം എത്രത്തോളമാണെന്ന് ജോസഫ് തിരിച്ചറിഞ്ഞത്. ജവാനെ വെറുതെ വിട്ടാൽ അവളുടെ പാരൻസും നാട്ടുകാരുമെല്ലാം ഈ കാര്യം അറിയും. അതോടെ തന്റെ ജീവിതം തകരുമെന്ന് അവൻ ഭയപ്പെട്ടു. ഇതോടെയാണ് ഒരു തെറ്റു മറച്ചു വയ്ക്കാനായി മറ്റൊരു വലിയ തെറ്റ് ചെയ്യാൻ ജോസഫ് തീരുമാനിച്ചത്. അൺകോൺഷ്യസായി നിലത്ത് കിടക്കുകയായിരുന്ന ജവാനെ അവൻ കഴുത്തിഞ്ഞൊരിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തുകയും ഡെഡ് ബോഡി ഒരു പഴയ സോഫ കവറിൽ പൊതിഞ്ഞ് കാറിന്റെ ട്രങ്കിൽ കൊണ്ടിടുകയും ചെയ്തു. അതിനുശേഷം ബെഡ്റൂമിലായിട്ടുള്ള ചോരക്കറിയെല്ലാം തുടച്ച് വൃത്തിയാക്കി. ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച തുണിയും ഡെഡ് ബോഡിയോടൊപ്പം കൊണ്ടിട്ടു. ശേഷം ജോസഫ് നേരെ പോയത് ന്യൂയോർക്കിലെ ഒരു നാഷണൽ പാർക്കിലേക്കായിരുന്നു.
വനത്തിനകത്തെത്തിയതോടെ ഡെഡ് ബോഡി കാറിൽ നിന്നും പുറത്തിറക്കുകയും ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഒരു വലിയ പാറയ്ക്ക് പുറകിലായി മറവ് ചെയ്യുകയും ചെയ്തു. ജോസഫ് വീട്ടിൽ തിരിച്ചെത്തി കുറച്ചുനേരം കഴിഞ്ഞതും ജോവാന്റെ അമ്മ റോസ്മേരി മകളെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. അവരോട് ഒന്നും അറിയാത്ത രീതിയിൽ വളരെ നോർമലായി പെരുമാറിയ ജോസഫ് പിന്നീട് ജോവാന് വേണ്ടി നടന്ന തിരച്ചിലിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. എല്ലാത്തിനും ശേഷം താൻ മനസമാധാനത്തോടെ ഉറങ്ങിയെന്നും അവൻ പോലീസുകാരോട് പറഞ്ഞു. ജോസഫിന്റെ കുറ്റസമ്മത മൊഴിയിൽ ഒത്തിരി പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജോവാന്റെ ഡെഡ് ബോഡി കണ്ടെത്തുന്നതിനാണ് പോലീസ് മുൻഗണന കൊടുത്തത്. അവരുടനെ ന്യൂയോർക്കിലെ നാഷണൽ പാർക്ക് അധികൃതരുമായി ബന്ധപ്പെടുകയും ജോസഫ് പറഞ്ഞുകൊടുത്ത ലൊക്കേഷനിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്താൻ കഴിഞ്ഞു. സ്ഥലത്തെത്തിയ ഫോറൻസിക് ടീം തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞതോടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അയച്ചു. മെഡിക്കൽ എക്സാമിനറിന്റെ ആദ്യ പരിശോധനയിൽ തന്നെ കൊലപാതകത്തിന്റെ മോട്ടീവ് വ്യക്തമായി. ഒപ്പം ജോസഫിന്റെ കുറ്റസമ്മത മൊഴിയിലെ പല കാര്യങ്ങളും നുണയാണെന്നും മനസ്സിലായി. കാരണം ഡെഡ് ബോഡി കണ്ടെടുക്കപ്പെടുമ്പോൾ ജോവാന്റെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ടിലും പറയുന്നത്. അതാണ് കൊലപാതകത്തിന്റെ മോട്ടീവ്. അല്ലാതെ ജോസഫ് പറയുന്നത് പോലെ കുക്കീസിന് കൊടുക്കാൻ പണമില്ലാത്തതിന്റെ അപമാനത്തിൽ ചെയ്തു പോയതൊന്നുമല്ല. ജോവാന്റെ മരണകാരണം മാത്രമാണ് ജോസഫിന്റെ മൊഴിയുമായി പൊരുത്തപ്പെട്ടത്. എന്നാൽ പോലീസുകാർ എത്ര തന്നെ ചോദ്യം ചെയ്തിട്ടും ലൈംഗിക പീഡനം നടത്തിയിട്ടില്ല എന്നുള്ള മൊഴിയിൽ ജോസഫ് ഉറച്ചു നിന്നു. ജോസഫ് മക്ഗോവനാണ് ജോവാനെ കൊലപ്പെടുത്തിയത് എന്ന വാർത്ത ഹിൽസ്ഡേൽ നിവാസികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. പ്രത്യേകിച്ച് ജോസഫ് ജോലി ചെയ്തിരുന്ന സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആ വാർത്ത വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാരണം വെൽ എഡ്യൂക്കേറ്റഡായ ഒരു പ്രശ്നങ്ങൾക്കും പോവാത്ത സൗമ്യതയോടെ മാത്രം പെരുമാറുന്ന അധ്യാപകനായാണ് അവരെല്ലാവരും ജോസഫിനെ കണ്ടിരുന്നത്. അയാൾക്ക് ഇങ്ങനെയൊരു വികൃത മുഖമുണ്ടായിരുന്നു എന്നതാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. ഇതോടെ ജോസഫ് മക്ഗോവന് നേരെ ജനരോഷമുയർന്നു. ഏതു നിമിഷവും അയാളുടെ വീട് ആക്രമിക്കപ്പെടുമെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ജോസഫിന്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയും ജീവൻ അപകടത്തിലാവുമെന്ന് കണ്ടതോടെ പോലീസ് ആ വീടിന് സംരക്ഷണം ഏർപ്പെടുത്തി. ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്നും മക്ഗോവൻസ് എന്ന പേരിൽ അവസാനിക്കുന്ന ആളുകളുടെ നമ്പർ എടുത്ത് ജനങ്ങൾ അവരുടെ വീടുകളിലേക്കെല്ലാം അസഭ്യ വർഷവുമായി നിരവധി ഫോൺ കോളുകൾ ചെയ്യാൻ തുടങ്ങി. അവർക്കൊന്നും ജോസഫ് മക്ഗോവനുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഫോൺ കോളുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതേ തുടർന്ന് തങ്ങളുടെ ജീവിതം ദുസ്സഹമാവുന്നു എന്ന് കാണിച്ച് നിരവധി ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തി. ജനങ്ങൾ ഇത്രയും രോഷാകുലരാവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട ജോസഫ് മക്ഗോവന് $50,000 പുറത്ത് ജാമ്യം അനുവദിക്കാൻ കോടതി തീരുമാനമെടുത്തിരുന്നു. വിചാരണ ആരംഭിക്കുന്നതുവരെയേ ജാമ്യം ലഭിക്കുകയുള്ളൂവെങ്കിലും വിക്ടിമിന്റെ വീടിന് തൊട്ടടുത്ത് ഒരു കില്ലർ സ്വതന്ത്രമായി ജീവിക്കാൻ പോകുന്നത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ജാമ്യം നൽകാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് കാണിച്ച് കോടതിയിലേക്ക് പൊതുജനങ്ങളുടെ കത്തുകൾ പ്രവഹിച്ചു. എന്നാൽ മറ്റു ചിലർ ജോസഫിന്റെ ജാമ്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് കത്തെഴുതിയത്. ജോസഫിനുള്ള ശിക്ഷ പുറത്തുവെച്ച് തങ്ങൾ നൽകിക്കോളാമെന്നും ആ കത്തുകളിൽ പറയുന്നു. പൊതുജനങ്ങൾ മൊത്തത്തിൽ രോഷാകുലരാണെന്നും വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ജോസഫ് കൊല ചെയ്യപ്പെടുമെന്നും മനസ്സിലാക്കിയ കോടതി ജാമ്യം അനുവദിക്കാനുള്ള തീരുമാനം പിൻവലിച്ചു. എന്നാൽ ജയിലിനകത്തും ജോസഫ് സുരക്ഷിതനായിരുന്നില്ല. സഹതടവുകാർ ആക്രമിക്കാൻ തുടങ്ങിയതോടെ അവനെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലടച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം കേസിലെ വിചാരണ ആരംഭിച്ചു. കോടതി മുൻപാകെ ജോസഫ് കുറ്റം സമ്മതിച്ചുവെങ്കിലും ലൈംഗിക പീഡനം നിഷേധിക്കുന്നത് തുടർന്നു. പെട്ടെന്നുള്ള തോന്നലിന്റെ പുറത്ത് ചെയ്തു പോയതാണെന്നും എന്തുകൊണ്ടാണ് താനങ്ങനെ പെരുമാറിയത് എന്ന് തനിക്കറിയില്ല എന്നുമാണ് ജോസഫ് കോടതിയിൽ പറഞ്ഞത്. എന്നാൽ പ്രോസിക്യൂഷൻ ജോസഫിന്റെ വാദത്തെ തള്ളിക്കളഞ്ഞു. കാരണം വിചാരണയ്ക്ക് മുന്നായി നിരവധി സൈക്യാട്രിസ്റ്റുകൾ ജോസഫിന്റെ മാനസിക നില പരിശോധിച്ചിരുന്നു. ക്രൂരമായ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് പുറമെ അതൊന്നും കാണിക്കാതെ വളരെ മാന്യനായി വർഷങ്ങളോളം ജീവിച്ച വ്യക്തിയാണ് ജോസഫ് എന്നും ഒരവസരം കിട്ടിയപ്പോൾ അവനത് കൃത്യമായി ഉപയോഗിച്ചു എന്നുമാണ് എല്ലാവരുടെയും കണ്ടെത്തൽ. കൂടാതെ ജോസഫ് ഡെഡ് ബോഡി ഉപേക്ഷിക്കാനായി കണ്ടെത്തിയ സ്ഥലം അയാൾക്ക് മുൻപരിചയമുണ്ടായിരുന്ന സ്ഥലമാണെന്നും ഭാവിയിലെങ്ങാനും താൻ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകമോ മറ്റോ നടത്തുകയാണെങ്കിൽ ഡെഡ് ബോഡി ഉപേക്ഷിക്കാനായി ഇവിടെ എത്താമെന്ന് അവൻ മുൻകൂട്ടി മനസ്സിലുറപ്പിച്ചിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. മാസങ്ങൾ നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷം ജോസഫ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും അവനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം ജോസഫ് പരോളിന് എലിജിബിളായി.
സൈക്യാട്രിസ്റ്റുകൾ നടത്തിയ പരിശോധനയിൽ ജോസഫ് ഇനി സമൂഹത്തിന് ഭീഷണിയല്ല എന്ന് കണ്ടെത്തുകയും 20 വർഷങ്ങളായി അയാൾ ജയിലിനകത്ത് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ പെരുമാറിയതും പരിഗണിച്ചാണ് പരോളിന് അർഹനായത്. ജോസഫ് ഏതു നിമിഷവും പരോളിന് അപേക്ഷ നൽകുമെന്നറിഞ്ഞതോടെ ജോവാന്റെ പാരന്റ്സ് രോഷാകുലരായി രംഗത്ത് വന്നു. ജോസഫിന് പരോൾ അനുവദിക്കാതിരിക്കാനുള്ള എല്ലാ നിയമ നടപടികളുമായി അവർ മുന്നോട്ടു പോയി. പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണ പാരന്റ്സിനുണ്ടായിരുന്നു. ഇതോടെ ജോസഫിന്റെ പരോൾ തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിറക്കി. ഇതേ സമയം തന്നെ ന്യൂജേഴ്സിയിലെ പരോൾ സിസ്റ്റത്തിൽ അപാകതകളുണ്ട് എന്നും അത് പുനഃപരിശോധന നടത്തി നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും പറഞ്ഞ് ജോവാന്റെ അമ്മ റോസ്മേരി ഒരു നിയമ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. ആ പോരാട്ടം വർഷങ്ങൾ നീണ്ടുപോയെങ്കിലും ഒടുവിൽ വിജയം കണ്ടു. 14 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പ്രതിയുടെ ശിക്ഷാ കാലയളവിനിടെ ഒരിക്കൽ പോലും പരോൾ അനുവദിക്കരുത് എന്നൊരു നിയമം ന്യൂജേഴ്സിയിൽ പാസാക്കിയെടുക്കാൻ റോസ്മേരിയുടെ പോരാട്ടം സഹായിച്ചു. പക്ഷേ ജോസഫ് കൊലപാതകം നടത്തിയത് 1973 അത് ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ലായിരുന്നു. തന്റെ പോരാട്ടം മകൾക്ക് വേണ്ടി മാത്രമല്ല എന്നും അമേരിക്കയിലെ ഓരോ പെൺകുട്ടികൾക്കും വേണ്ടിയാണെന്നും ഇനിയും പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുമെന്നും റോസ്മേരി വെളിപ്പെടുത്തി. 1999 ജോസഫ് വീണ്ടും പരോളിന് അപേക്ഷ നൽകി. എന്നാൽ റോസ്മേരിയുടെ നിയമ പോരാട്ടം കാരണം വീണ്ടും പരോൾ നിരസിക്കപ്പെട്ടു. തുടർന്നുള്ള വർഷങ്ങളിൽ ജോസഫ് നിരവധി തവണ പരോളിന് അപേക്ഷ നൽകിയെങ്കിലും എല്ലാം നിരസിക്കപ്പെടുകയായിരുന്നു. റോസ്മേരിയുടെ നിരന്തരമായ നിയമ പോരാട്ടങ്ങൾ കാരണം ജോസഫ് 47 വർഷത്തോളമാണ് ജയിലിനകത്ത് കിടന്നത്. 2025 അയാൾക്ക് ജയിൽ മോചിതനാവാൻ കഴിയുമായിരുന്നുവെങ്കിലും 2021 തന്നെ ജോസഫ് അസുഖബാധിതനായി ജയിലിൽ വെച്ച് മരണപ്പെട്ടു. അന്ന് അയാൾക്ക് 74 വയസ്സായിരുന്നു പ്രായം. നിലവിൽ ജോവാൻസ് ജോയി എന്ന പേരിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നടത്തുകയാണ് റോസ്മേരി. അവർ കാരണം കൊണ്ടുവന്ന നിയമത്തിലെ ഏജ് ലിമിറ്റ് 14 നിന്നും 18 ആക്കിയത് അടുത്തിടെയാണ്. അമേരിക്കയിലെ പെൺകുട്ടികൾക്കായുള്ള പോരാട്ടം അവർ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.